കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇത്രത്തോളം ഇറസ്പോൺസിബിൾ ആയി സംസാരിക്കരുത്. ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ മണിക്ക് മാത്രമാണ് ഉത്തരവാദിത്വം താങ്കൾ പറയുന്നത്. ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ രാജേഷ് എന്തെങ്കിലും ബസ് കാണിച്ചാൽ അതിന്റെ ബസ് പറഞ്ഞ അതിന്റെ ഉത്തരവാദിത്വം രാജേഷിന് തന്നെ. ഞാൻ എന്തെങ്കിലും ബസ് പറഞ്ഞാൽ അതവര് പരിശോധിക്കുമെന്ന് പറഞ്ഞല്ലോ. നിയോഗിച്ച ആളുകൾക്ക് നികുതി കൊടുക്കുന്ന പണം കൊണ്ടാണ് മണി ജീവിക്കുന്നത്. ഞങ്ങൾ ഉൾപ്പെടെ നികുതി കൊടുക്കുന്ന പണം കൊണ്ടാണ് മണി ശമ്പളം വാങ്ങുന്നത്. ആ ശമ്പളം വാങ്ങി ഭക്ഷണവും കഴിച്ചുകൊണ്ടാണ് ഈ നാട്ടിലുള്ള വനിതകളെ അദ്ദേഹം അസഭ്യം പറഞ്ഞിരിക്കുന്നത്. ആരാ അതിനോട് യോജിച്ചിരിക്കുന്നത്? നിങ്ങൾ നടത്തിയിട്ട് എന്താ കാര്യം? അതിനോട് ആരെങ്കിലും ചോദിച്ചോ? പാർട്ടി ചോദിച്ചോ? മണി പറഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞോ? മുഖ്യമന്ത്രി ചോദിച്ചോ? ആരും ചോദിച്ചില്ലല്ലോ. ലംഘനമാണ്. അദ്ദേഹത്തെ നിങ്ങൾ മന്ത്രിസ്ഥാനത്ത് മാറ്റൂ. അത് ആലോചിക്കും പാർട്ടി. കുടുംബത്തിൽപ്പെട്ടവർ പാർട്ടി പ്രവർത്തനം നടത്തുന്നുണ്ട്. അവരുൾപ്പെടെ നടത്തിയ ഒരു സമരമാണ് പറയാനുള്ള മനസ്സെങ്കിലും കാണിച്ചല്ലോ. അല്ല, ഞാൻ പറയുമോ എന്റെ പ്രതാപൻ, ഞാൻ ആദ്യമേ പറഞ്ഞു മണി പറഞ്ഞ മന്ത്രിക്ക് യോഗ്യമായ ഭാഷയല്ല വിനിയോഗിച്ചത്. അത് ആ ഭാഷ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ച് വിനിയോഗിക്കണം എന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു. പിന്നെ അത് വീണ്ടും ചെറുപതിയാർമണം 50 വർഷം കൊണ്ട് CPM കൊടുത്ത രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇതാണോ? നിങ്ങളുടെ പാർട്ടി 50 വർഷം കൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. നിങ്ങൾ കൊടുത്ത രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞാല് ആടിനെ പശുവിനെ തോന്നാ കയ്യും കാലും വെട്ടി ഓടിക്കുന്ന രാഷ്ട്രീയമാ? ജിഷ്ണു പ്രണോയുടെ അമ്മ സമരം നടത്തിയപ്പോൾ എന്താ പറഞ്ഞത്? കഥവ് കുറ്റിയിട്ട് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു? ജിഷ്ണു പ്രണോയുടെ അമ്മയെ അധിക്ഷേപിച്ചു. ശ്രീറാം അത് പറഞ്ഞ കാര്യം തന്നെയാണ്. ശ്രീ എം എം മണി പറഞ്ഞ കാര്യം തന്നെയാണ്. അതല്ല ഈ മണിയെ മന്ത്രിപ്പണിക്ക് അല്ലല്ല ഈ ശ്രീ ആനത്തലവട്ടമാരുടെ ഈ ചർച്ചയിൽ നിന്ന് പോവുകയല്ല. അദ്ദേഹത്തിന് മറ്റൊരു ചാനലിൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ ചർച്ചയിൽ തുടർന്ന് പങ്കെടുക്കാത്തത്. ശ്രീമതി ഗോമതി, എന്തായാലും മന്ത്രി എം എം മണി മൂന്നാറിൽ വന്ന് സമരക്കാരെ കണ്ട് നേരിട്ട് കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്ന് എന്തായാലും തോന്നുന്നില്ല. നിങ്ങൾക്ക് പിന്തുണ കുറവാണ് എന്ന രീതിയിലുള്ള വർത്തമാനവും ഇന്ന് ശ്രീ എം എം മണിയുടെ വാക്കുകളിൽ നിന്നുണ്ടായി. 6 പേർ മാത്രമാണ് അവിടെ സമരത്തിനുള്ളത് എന്നാണ് ശ്രീ എം എം മണി പറഞ്ഞത്. പിന്തുണ ഇല്ലെന്നോ? പിന്തുണയൊക്കെ ഉണ്ട്. പക്ഷെ ഇവര് എല്ലാരെയും പൈസ കൊടുത്ത് വെച്ചിരിക്കുക. പിന്തുണ ഇല്ലയാണോ? നാളെ കർത്താല, അതുകൊണ്ട് അറിയാമായിരുന്നില്ല. ഇവിടെ കുറേ പെണ്ണുങ്ങൾ തോട്ടം തൊഴിലെടുത്തിട്ട് ആ വീട്ടിലും എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എങ്ങനെ വരും? എല്ലാവരെയും പൈസ കൊടുത്ത് മേടിച്ചില്ലേ? എല്ലാവരെയും പേടിപ്പിച്ച് വെച്ചില്ലേ? എങ്ങനെ വരും പെണ്ണുങ്ങൾ? ഇപ്പൊ പോലീസിനെ വിട്ടിട്ട് ഈ CI ഗ്രൂപ്പിനെ വിട്ടിട്ട് ഞങ്ങൾ അടിച്ചില്ലേ? എങ്ങനെ വരും ആൾക്കാർ? ഒരു മുദ്രാവാക്യം വിളിച്ച കുമാരി ചേട്ടനെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. പക്ഷെ ചേട്ടനെ അടിച്ചില്ലേ? എങ്ങനെ വരും ആൾക്കാർ? എങ്ങനെ വരും? ഇങ്ങനെയൊക്കെ ചെയ്ത അവർക്ക് കുടുംബമുണ്ട്, അവരുടെ മക്കളുണ്ട്, അവരൊക്കെ നോക്കണ്ടേ? എത്ര വരെ പിടിച്ച് ജയിലിലിടും? ഞങ്ങളുടെ പിന്നിൽ ആളില്ലെന്ന് എം എം മണിക്ക് പറയാൻ എങ്ങനെ പറ്റും? പൊമ്പളൂർമ സമരം കണ്ടില്ലേ? എത്ര പ്രശ്നം. ഇന്നും പൊമ്പളൂർമയുടെ ആൾക്കാർക്ക് ഇവിടെ പ്രശ്നം ഉണ്ട്. എം എം മണി അങ്ങനെ പറയണ്ട ഞങ്ങളുടെ കൂടെ ആളില്ലെന്ന്. ഞങ്ങളുണ്ട്. 4 പേരാണെങ്കിലും ഞങ്ങൾ 4 ലക്ഷം അവിടെ. ഞങ്ങൾ ചോദിക്കും പൊമ്പളൂർമയിൽ ശക്തമായി നിന്നവരാ. ഞങ്ങൾ ചോദിക്കും പൊമ്പളൂർമ എന്താണെന്ന് ചോദിച്ച്. രാത്രിയിലും പകലിലും ഈ വെയിലത്തും മഴയത്തും കിടന്നവർ ഞങ്ങളാ. ഞങ്ങൾ ചോദിക്കും എം എം മണിക്കെതിരായിട്ട്. ഇവിടെ വന്ന് മാപ്പ് ചോദിക്കുന്നു. വരാൻ പറ്റില്ലെന്ന് പറയാൻ പാടില്ല. ഇന്നല്ല, ഒരു ആഴ്ചയായാലും ഒരു മാസമായാലും ഒരു വർഷമായാലും ഞങ്ങൾ ഇവിടെ കിടക്കും. എം എം മണി വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ വിടുന്ന് മാപ്പ് ചോദിക്കണം. മന്ത്രി പദവി രാജിവെക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ വിടത്തില്ല. തോട്ടം തൊഴിലാളികളും മറ്റുള്ള പാവപ്പെട്ടവരല്ലേ എം എം മണിയെ തെരഞ്ഞെടുത്ത് വെച്ചത്? MLA ആയിട്ടോ മന്ത്രി ആയിട്ടോ ആരുടെ ഇതിലാ ഇവർ പോയത്? മന്ത്രിയായിട്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഈ പോസ്റ്റിംഗ് രാജിവെക്കണം. മന്ത്രിസ്ഥാനം രാജിവെക്കണം. കയ്യേറി പിടിച്ചിട്ട് പാവപ്പെട്ടവരെ പറയുന്നുണ്ടല്ലോ കുടിയേറ്റക്കാരാണെന്ന്. ഞങ്ങൾ പിടിക്കും. തോട്ടം തൊഴിലാളി ഞങ്ങൾ സ്ഥലമില്ലാത്തവർ കയ്യേറി പിടിക്കും. അന്ന് പറ ഇവരൊക്കെ കുടിയേറ്റക്കാരാണെന്ന് വെച്ചിട്ട് പട്ടയം കുറച്ചുനാൾ മുമ്പ് വരെ ശ്രീമതി ഗോമതി പൊമ്പിളെ ഒരുമൈ സമരത്തിന് ശേഷം ഞാൻ ഒന്ന് ഇടപെടുകയാണ്. പൊമ്പിളെ ഒരുമൈ സമരത്തിന് ശേഷം താങ്കൾ ഉൾപ്പെടെ ചില പൊമ്പിളെ ഒരുമൈ നേതാക്കൾ CPM-ലേക്ക് പോയിരുന്നുവല്ലോ. എന്തുകൊണ്ട് അവിടെ നിന്ന് പിന്നീട് തിരിച്ചു വന്നു? ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിൽ തന്നെയാണോ CPM-മായി പിണങ്ങേണ്ടി വന്നത്? അല്ല, CPM-ൽ ഞാൻ പോയത് തൊട്ട് ഞാൻ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരെ തൊഴിലാളികളുമായിട്ട് ഇവരുടെ അജണ്ടയിൽ തൊഴിലാളികൾക്കുള്ള ഒരു ഇതും ഇല്ല. അജണ്ടയിൽ ഒന്നുമില്ല.
ഇവര് കയ്യേറി പിടിക്കുന്നുണ്ട്, ഇവര് വീട് വെക്കുന്നുണ്ട്, ചുമ്മാ കമ്മിറ്റി കൂടുന്നുണ്ട്, ആൾക്കാരെ നമ്മുടെ കൂടെ ചേർക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു ഡിസ്മിസ് ആയ തോട്ടം തൊഴിലാളി വന്ന ഇന്ന് കാണാം നാളെ കാണാം എന്ന് പറയുന്നുണ്ട്. ഞാൻ പോയി എല്ലാം കാണുന്നുണ്ട്. കണ്ടിട്ട് എനിക്ക് ഇവരുടെ കൂടെ പോകാൻ ഇഷ്ടമല്ല. പക്ഷേ ഇവരുടെ കൂടെ പോയി തോട്ടം തൊഴിലാളികൾക്ക് 5 സെന്റ് സ്ഥലം തരാം, പൊമ്പളൂർമയിൽ വന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാകില്ല, ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, PLC-യിൽ ഒരു ലേഡിയെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വിളിച്ചോണ്ട് പോയതാ. പക്ഷെ ഒന്നും ചെയ്തില്ല. എനിക്ക് ഒരു കസേരയും ഒരു ടേബിൾ ഇട്ട് തന്നായിരുന്നു MLA-യുടെ ഓഫീസിൽ. MLA ജയിച്ചപ്പോൾ അത് എടുത്ത് മാറ്റി. അന്ന് ഞാൻ മനസ്സിലാക്കി ഇവർ തോട്ടം തൊഴിലാളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. ഇവർ ജീവിക്കാൻ വേണ്ടിയും ഇവരുടെ ഭാര്യമാർ ജീവിക്കാൻ വേണ്ടിയും മക്കൾ ജീവിക്കാൻ വേണ്ടി വന്നവരാ. ഞങ്ങളെ വെച്ചിട്ടാ ഇവർ മൂന്നാറിൽ ജീവിക്കുന്നത്. കയ്യേറി സ്ഥലം പിടിച്ചതൊക്കെ ഇവരാ. എൻ്റെ കൂടെ വരും, ഞാൻ എല്ലാ സ്ഥലവും കാണിച്ചു തരാം. പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇവർ കയ്യേറി പിടിച്ചിട്ട് ആ സ്ഥലം വിൽക്കുന്നുണ്ട്. ഇവർ കയ്യേറി എല്ലാ സ്ഥലത്തും സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ സമ്മതിക്കത്തില്ല. സ്ഥലം ഒലിപ്പിച്ചില്ലെങ്കിൽ സ്ഥലമില്ലാത്ത മൊത്തം ആൾക്കാരും ഒന്നുകൂടി ഞങ്ങൾ ഇവിടെ എവിടെ ഗവൺമെന്റിന്റെ റവന്യൂ ഭൂമി ഉണ്ട് അവിടെ കയ്യേറി ഞങ്ങൾ പിടിക്കും. അന്ന് ഞങ്ങൾ പറയും ഞങ്ങളൊക്കെ കുടിയേറ്റക്കാരാ എന്ന് പറയും. ഞങ്ങൾ കയ്യേറി പിടിച്ചിട്ടില്ല, ഞങ്ങളൊക്കെ കുടിയേറ്റക്കാരാ എന്ന് ഞങ്ങൾ പറയും. ഇവർ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ കാണട്ടെ. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ TN പ്രതാപൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ വേദന പങ്കുവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. ഇപ്പോഴും ചില കോൺഗ്രസ് നേതാക്കളും അതേ നിലപാടിൽ തന്നെയാണ്, പ്രത്യേകിച്ച് ഇടുക്കിയിൽ നിന്നുള്ള നേതാക്കൾ. താങ്കളെ ഞാൻ ആ കൂട്ടത്തിൽ എന്തായാലും കൂട്ടുന്നില്ല, താങ്കൾ കയ്യേറ്റം ഒഴിപ്പിക്കലിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന ആൾ തന്നെയാണ്. ഇപ്പോൾ ഈ പൊമ്പിളൈ ഒരുമൈ സമരം ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ UDF-നും നിലപാട് മാറ്റേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയല്ലേ? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വേദന പങ്കുവെച്ചതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് അബദ്ധം തോന്നുന്നുണ്ടാവും? അല്ല മഞ്ജുഷ, കോൺഗ്രസിന്റെ നിലപാട് KPCC പ്രസിഡന്റ് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അതോടൊപ്പം തന്നെ മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു, ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. ഞങ്ങളുടെ നയം അതാണ്. നയങ്ങളിലെല്ലാം കുരിശു മാറ്റിയതിലുള്ള വേദന പങ്കുവെക്കുകയും ദേവികുളം സബ് കളക്ടർ ചെയ്തത് ശരിയായില്ല എന്ന നിലപാട് തന്നെയായിരുന്നു. അതേ ദേവികുളം സബ് കളക്ടറെയും കളക്ടറെയുമാണ് മന്ത്രി MM മണി മാനസിക രോഗികളായി ചിത്രീകരിക്കുന്നതും ചെറ്റകളായി വിശേഷിപ്പിക്കുന്നതും. അതോടൊപ്പമാണ് അവിടെ നടന്ന ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങൾ, തൊഴിലാളി വർഗ സമരങ്ങൾ, ഇതിനെയെല്ലാം കരിവാരി തേക്കുന്നത് അനാശാസ്യമെന്ന് പറഞ്ഞുകൊണ്ട്. മഞ്ജുഷയും ദേവികുളം സബ് കളക്ടറെ പൂർണ്ണമായും കോൺഗ്രസ് വിശ്വസിക്കുകയാണ്. ആൾ മിടുക്കനായ സബ് കളക്ടറാണ്, സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള സബ് കളക്ടറാണ്. അദ്ദേഹം നീതിബോധത്തോടുകൂടി നിയമാനുസൃതം ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന സബ് കളക്ടറാണ്. അയാൾക്ക് എല്ലാ പിന്തുണയും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കും അദ്ദേഹത്തിൻ്റെ കഴിവിനും ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണ എന്നും ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. പിന്നെ ഒരു കോൺഗ്രസ് നേതാവും അവിടെ കയ്യേറ്റത്തെ പിന്തുണച്ചിട്ടില്ല, ഇടുക്കി DCC പ്രസിഡന്റും പിന്തുണച്ചിട്ടില്ല. ഞങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സഹോദരിമാരുടെ ഈ ധാർമ്മിക സമരത്തിന് കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്. കാരണം നമ്മുടെ അമ്മേനെയും പെങ്ങളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഭരണഘടന തൊട്ട് പ്രീതിയോ ഭീതിയോ കൂടാതെ ഞാൻ ഭരണം നടത്തുമെന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ മന്ത്രി MM മണിയുടെ പുതിയ പ്രതികരണം വന്നിരിക്കുകയാണ്. പൊമ്പിളൈ ഒരുമയോട് സമരം പിൻവലിക്കുവാൻ താൻ ആവശ്യപ്പെടില്ല എന്ന് മന്ത്രി MM മണി. ശ്രീമതി ഗോമതി എങ്ങനെ പ്രതികരിക്കുന്നു? മന്ത്രി MM മണി പറഞ്ഞിരിക്കുകയാണ് സമരം പിൻവലിക്കാൻ താൻ ആവശ്യപ്പെടില്ല, എന്നോട് ചോദിച്ചിട്ടല്ല ഈ സമരം തുടങ്ങിയതെന്ന്. അവരോട് ചോദിക്കാൻ അവരല്ലേ ഞങ്ങളെ പറഞ്ഞത്, വേസികളാണെന്ന് അവരല്ലേ പറഞ്ഞത്. സമരം പിൻവലിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് ഇവർ ആരാ? ഇവരെ സമ്മതിക്കാൻ വയ്ക്കണം, ഈ ഗവൺമെന്റ് സമ്മതിക്കാൻ വയ്ക്കണം. വച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന പണിയില്ല. ഇതാരാ? MM മണി പറഞ്ഞിട്ടാണോ ഞങ്ങൾ സമരം ചെയ്യേണ്ടത്? ഇവിടെ MM മണി ഞങ്ങളോട് പറഞ്ഞിട്ടാണോ ഞങ്ങൾ വേസികളാണെന്ന് പറഞ്ഞത്? MM മണി ഇവിടെ വരത്തില്ല, മാപ്പ് ചോദിച്ചില്ലെങ്കിൽ പോട്ടെ, MM മണി പോട്ടെ, ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന പണിയില്ല, ഇവിടെ തന്നെ കുത്തിയിരിക്കും. ഞങ്ങള് വേസിയാണെന്ന് പറഞ്ഞിട്ട് തമിഴിൽ പറഞ്ഞാൽ തേവിടിച്ചാണെന്ന് പറഞ്ഞിട്ട് തോട്ടം തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും ദലിത് പെൺകളെയും തേവിടിച്ചെന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ അപ്പൊ ആരുടെ സപ്പോർട്ടിൽ അങ്ങനെ പറയുന്നത്? അപ്പൊ നിങ്ങളുടെ രാജ്യമാണോ ഇത്? നിങ്ങളുടെ രാജ്യമാണോ? നിങ്ങളുടെ ഭരണമായത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ വിടാൻ പോകുന്നില്ല, ഇതിനൊക്കെ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഇവിടെ കുത്തിയിരിക്കും. നല്ല ചോര ഓടുന്ന പെണ്ണുങ്ങൾ നാളെ രാവിലെ ഇവിടെ വരും, ഞങ്ങൾ കാണും. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ അവർക്ക് വേണ്ടി ഞങ്ങൾ സമരം ഉണ്ടാക്കും. MM മണി വരാതെ ഈ സമരം നിർത്തുന്ന പരിപാടിയില്ല. MM മണി വരണം, രാജിവെക്കണം. MM മണി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, രാജിവെക്കണം. MM മണിക്ക് മണ്ടയ്ക്ക് ഏതോ അസുഖം പറ്റിപ്പോയി, MM മണി അസുഖം പറ്റിപ്പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരത്തിന് കുറ്റം പറയുന്നത്.
ശരി ശരി. ഇപ്പോൾ ശ്രീ ചന്ദ്രപാലും ചേരുകയാണ്, AITUC നേതാവ് മൂന്നാറിൽ നിന്ന്. ശ്രീ ചന്ദ്രപാൽ, ആദ്യം തന്നെ ഈ ഗോമതിയും കൂട്ടരും നടത്തുന്ന സമരത്തോട് യോജിപ്പില്ല എന്ന് താങ്കൾ പറയുകയുണ്ടായി. പക്ഷേ ആ സമരത്തിൽ നിന്ന് അവർ ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മന്ത്രി MM മണി മൂന്നാറിൽ വന്ന് മാപ്പ് അപേക്ഷിക്കണം എന്ന് തന്നെ പറയുകയാണ്. കൂടുതൽ പേരുടെ പിന്തുണയും അവർ അവകാശപ്പെടുകയാണ്. ആദ്യം എനിക്കൊരു അല്പസമയം കുറച്ച് നീട്ടിത്തരാം. വേറെ ഒന്നുമില്ല, ഈ സമരത്തോട് യോജിക്കുന്നവരല്ല, അവർ പെമ്പിളൊരുമ്പോൾ ഒരു കൂട്ടത്തോട് യോജിക്കുന്നില്ല മാത്രമേ പറഞ്ഞോളൂ. പിന്നെ ആദ്യം ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ഒരു തോട്ടമേലെ പണിയെടുക്കുന്നവരെ അധിക്ഷേപിക്കാൻ ഇത്തരത്തിലുള്ള നേതാവിന് എങ്ങനെ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ ഒരു ചോദ്യം. വേറെ മാത്രമല്ല, ഈ സമീപകാലത്ത് കണ്ണൂരിലെ ജയരാജന്മാരായിക്കോട്ടെ, ശ്രീമാൻ MM മണിയെ പോലുള്ള വ്യക്തികൾക്ക് മണികെട്ടുവാൻ ഒരിക്കലും അവരുടെ പാർട്ടിയോ അല്ലെങ്കിൽ അവരുടെ സംഘടനയോ തയ്യാറായിട്ടില്ല എന്നൊരു മറ്റൊരു വാസ്തവം തന്നെയാണ്. മാത്രമേ ഈ കാര്യത്തിൽ ഞാൻ പറയപ്പെടുന്നത്, ഇവിടെ ആദ്യമേ ഗോമതി സൂചിപ്പിച്ചു, ഇവിടെ ഈ സമരത്തിന് ആളുകൾ വരാത്ത കാരണം CPIM കാശ് കൊടുത്തു കൊണ്ടുപോയിന്നാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടാണ് ഈ പറയുന്ന ഗോമതി എന്ന വ്യക്തി CPIMലേക്ക് ചെക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, അന്ന് ഈ ഗോമതിക്ക് CPIM പണം തന്നിട്ടാണോ പോയതെന്നാണ് എൻ്റെ മറ്റൊരു ചോദ്യം. അങ്ങനെ നിലപാട് മാറുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഗോമതിയെ കാണാൻ സാധിക്കുന്നത്. അപ്പം കൃത്യമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺവിഭാഗത്തിന് അല്ലെങ്കിൽ തൊഴിലാളി വിഭാഗത്തിന് വേണ്ടിയാണ് താൻ സമരം ചെയ്യുന്ന ഒരു നിലപാടുണ്ടെങ്കിൽ ഒരിക്കലും ഇദ്ദേഹം വേറൊരു പാർട്ടിയിലേക്ക് പോവില്ല. മാത്രമല്ല, ഇവരിൽ തന്നെ ലിസി എന്ന വ്യക്തിക്കും ഗോമതി എന്ന വ്യക്തിക്കും യാതൊരു ഐക്യമില്ല, കണ്ടെടുത്താൽ കണ്ടുകൂടാ. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഒരിക്കലും ഇവിടെ യാതൊരു സ്ത്രീകളോ അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികളോ ഇവിടെ യാതൊരു പിന്തുണയുമായിട്ട് ഗോമതി എന്ന വ്യക്തിക്ക് വരികയില്ലെന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. എന്നാൽ MM മണി എന്ന വ്യക്തി ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത് വാസ്തവ ജനാധിപത്യപരമായിട്ട് തെറ്റാണ്, അങ്ങേക്ക് നീതികേട് തന്നെ പറയാൻ സാധിക്കുള്ളൂ. കാരണം തോട്ടം തൊഴിലാളി സത്യസാധനമാണ്. കാരണം അവർ ചെയ്ത സമരത്തിൽ യാതൊരു വിട്ടുവെച്ചില്ല. ഞങ്ങളും പറയുകയാണ്, അവർ ചെയ്ത സമരത്തിൽ യാഥാർത്ഥ്യമുണ്ട്, യാതൊരു സംശയവും. അതേപോലെ തന്നെ ശ്രീ ചന്ദ്രപാൽ, താങ്കളുടെ ഈ വാക്കുകൾ, AITUCയുടെ ഈ വാക്കുകൾ ഇപ്പോൾ സമരം ചെയ്യുന്ന മന്ത്രി മൂന്നാറിലേക്ക് വന്ന് മാപ്പ് പറയണം എന്ന ആവശ്യത്തെ പിന്താങ്ങുന്നില്ല. അങ്ങനെ തന്നെയല്ലേ? മന്ത്രി വന്ന് മാപ്പ് പറഞ്ഞാൽ മാത്രമേ സമരത്തിൽ നിന്ന് മാറുകയുള്ളൂ, അല്ലെങ്കിൽ റോഡിൽ തന്നെ രാത്രിയും പകലും ഇല്ലാതെ കിടക്കും എന്ന് പറയുന്ന ഇവരെ പിന്തുണയ്ക്കുന്നില്ല. അല്ല, ഞാൻ മൂന്നാറിലെ ഞാൻ ശ്രീ മഞ്ജുഷ്, ഞങ്ങൾ പറയല്ലേ, അദ്ദേഹം മൂന്നാറിൽ വന്ന് ചോദിക്കണമെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല. എന്നാൽ അദ്ദേഹം മാപ്പ് ചോദിക്കണം, മാധ്യമ മുമ്പിൽ പറയട്ടെ. അദ്ദേഹത്തിന് മുമ്പിൽ അത് നേരിട്ട് വരാൻ സാധിച്ചില്ല, അദ്ദേഹത്തിന് നേരിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടി നേതൃത്വം വരട്ടെ, അദ്ദേഹത്തെ മാപ്പ് ചോദിക്കണം. മാത്രമല്ല, അദ്ദേഹത്തിനെതിരായിട്ടോ നടപടി അദ്ദേഹത്തെ പാർട്ടി നേതൃത്വം എടുക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഒന്നും രണ്ടും പ്രാവശ്യമില്ല, പല പ്രാവശ്യമായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാരണം സമീപകാലത്ത് മഹിജ എന്ന സ്ത്രീക്കെതിരായിട്ട്. മാത്രമല്ല, കുറച്ച് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. ഇടുക്കിയിലേക്ക് പോവുകയാണ്. ഇടുക്കിയിൽ MM മണിയുടെ നാവടപ്പിക്കാൻ പാർട്ടിക്ക് മുന്നിൽ ഇനിയും തടസ്സം ബാക്കി നിൽക്കുകയാണോ? ഇടവേളയ്ക്ക് ശേഷം.